നമസ്കാരം. കേരള ടൈംസ് വാർത്തകളിലേക്ക് സ്വാഗതം. പാലായിൽ വീണ്ടും രാഷ്ട്രീയ ചാഞ്ചാട്ടം. സ്വതന്ത്രർക്കുള്ള പിന്തുണ കോൺഗ്രസ് പിൻവലിച്ചു. നഗരസഭാ ഭരണം പ്രതിസന്ധിയിൽ. അപ്രതീക്ഷിത നീക്കങ്ങളും നാടകീയമായ കൂടുമാറ്റങ്ങളും പതിവായ പാലാ നഗരസഭയിൽ രാഷ്ട്രീയ സമവാക്യങ്ങൾ വീണ്ടും മാറിമറിയുന്നു. ഏറെ നാളായി ഇണങ്ങിയും പിണങ്ങിയും മുന്നോട്ട് പോയിരുന്ന സ്വതന്ത്ര കോൺഗ്രസ് സഖ്യം ഒടുവിൽ പൂർണ്ണമായി തകർന്നു. സ്വതന്ത്ര കൂട്ടായ്മയ്ക്ക് നൽകി വന്നിരുന്ന പിന്തുണ കോൺഗ്രസ് ഔദ്യോഗികമായി പിൻവലിച്ചതോടെ പാലാ നഗരസഭ വീണ്ടും ഒരു കടുത്ത ഭരണ പ്രതിസന്ധിയിലേക്ക് വഴിമാറുകയാണ്. പുളിക്കക്കണ്ടം കുടുംബത്തിലെ 3 കൗൺസിലർമാരുടെ സ്വതന്ത്ര കൂട്ടായ്മയ്ക്കായിരുന്നു കോൺഗ്രസ് ഇതുവരെ പിന്തുണ നൽകിയിരുന്നത്. ഈ കൂട്ടായ്മയിലെ പ്രമുഖ നേതാവ് ബിനു പുളിക്കക്കണ്ടത്തിന്റെ മകൾ ദിയ പുളിക്കക്കണ്ടമാണ് നിലവിൽ പാലാ നഗരസഭ അധ്യക്ഷ. എന്നാൽ സംസ്ഥാനത്ത് UDF അധികാരത്തിലെത്തിയതോടെ സ്വതന്ത്ര കൂട്ടായ്മയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത കർശന നിലപാടിലേക്ക് കോൺഗ്രസ് മാറുകയായിരുന്നു. ഭരണമല്ല, മറിച്ച് പാർട്ടിയുടെ ആത്മാഭിമാനം സംരക്ഷിക്കുക എന്നതാണ് കോൺഗ്രസിന് ഏറ്റവും പ്രധാനം എന്ന ചിന്തയിൽ അടിയന്തരമായി കൂടിയ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി യോഗത്തിലാണ് സ്വതന്ത്രർക്കുള്ള പിന്തുണ പിൻവലിച്ചുകൊണ്ടുള്ള നിർണായക പ്രമേയം പാസാക്കിയത്. നഗരസഭാ ഭരണത്തേക്കാൾ പാർട്ടിയുടെ അന്തസ്സാണ് മുഖ്യമെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വം ഈ കടുത്ത തീരുമാനത്തിലേക്ക് എത്തിയത്. കോൺഗ്രസിന്റെ ഈ പെട്ടെന്നുള്ള രാഷ്ട്രീയ ബോംബ് പാലാ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സഖ്യം തകർന്നതോടെ നഗരസഭയുടെ ഭരണം ഇനി ഏതു വഴിക്ക് തിരിയുമെന്ന ആശങ്കയിലാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ. വരും ദിവസങ്ങളിൽ നഗരസഭയിൽ പുതിയ രാഷ്ട്രീയ അച്ചുതണ്ടുകൾ രൂപപ്പെടുമോ, അതോ നിലവിലെ ഭരണം പൂർണ്ണമായി തകരുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. പാലാ നഗരസഭയെ പിടിച്ചുകുലുക്കിയ ഈ രാഷ്ട്രീയ നാടകങ്ങളുടെ അടുത്ത അംഗം എന്താകുമെന്ന ആകാംക്ഷയിലാണ് അണികളും പൊതുജനങ്ങളും. തൃശൂരിൽ ആരംഭിച്ച ഓൺലൈൻ പ്രസ് ക്ലബിൽ പത്രസമ്മേളനം വിളിക്കുന്നതിനായി 9847358919 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങളുടെ നാട്ടിലെ വിശേഷം ഓൺലൈൻ വാർത്തകളിലൂടെ നിമിഷനേരം കൊണ്ട് ജനഹൃദയങ്ങളിൽ എത്തിക്കാൻ ഓൺലൈൻ പ്രസ് ക്ലബ് നിങ്ങളെ സഹായിക്കുന്നു.